കൊണ്ട് ഏതൊരു റബ്ബിന്റെ അർശിന്റെ സവിധത്തിലേക്കാണോ എന്റെ വിളി കടന്നു ചെല്ലുന്നത്, ആ അള്ളയാണ് മക്കളെ, ആ അള്ളയാണ് ജ്യേഷ്ഠന്മാരെ, ആ അള്ളയാണ് പാപ്പമാരെ പറയുന്നത്. ഫഇന്നീ ഖരീബ്, ഞാൻ വളരെയധികം അടുത്തവനാ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ നെടുവീർപ്പുകളും വിശ്വാസങ്ങളും അറിയുന്ന അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാനെന്ന് പറയുന്നത് പടച്ചവനാണ്. ലോകങ്ങളെ പടച്ച ലോകങ്ങളെ പടച്ച തമ്പുരാനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ സ്നേഹാർദ്രമായ ചോദ്യം, അവന്റെ വാത്സല്യത്തിൽ അധിഷ്ഠിതമായ ചോദ്യം, ഖുർആൻ ഓതുന്ന അടിമയുടെ കണ്ണുകൾ നിറയ്ക്കുന്ന ചോദ്യം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്ന സമയത്ത്, അവന്റെ വചനങ്ങൾ ഉരുവിടപ്പെടുന്ന സമയത്ത് ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഈമാൻ കൊണ്ട് മുഖരിതമാകണം മുസ്ലിമേ. അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് വചനങ്ങൾ ഉരുവിടപ്പെടുമ്പോ കണ്ണെന്താണ് നിറയാത്തത്, ഹൃദയമെന്താണ് പിടക്കാത്തത്? ആ റബ്ബിന്റെ സ്നേഹാർദ്രമായ ചോദ്യത്തിന് മുന്നിൽ എന്തുകൊണ്ടാണ് നാം വികാരഭരിതരാകാത്തത്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, പടച്ചവൻ പോരെ അവന്റെ അടിമയ്ക്ക്, അല്ലാഹു പോരെ അവന്റെ അടിമയ്ക്ക്. എന്തൊരു സുന്ദരമായ ചോദ്യമാ, എന്തൊരനുപമമായ ചോദ്യമാ, എന്തൊരതുല്യമായ ചോദ്യമാ. ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്ന, ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന, യേശുവിന്റെ മുന്നിൽ കൈകൂപ്പുന്ന, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ വിളിക്കുന്ന, ബദരീങ്ങളെ വിളിക്കുന്ന, ഉഹ്ദീങ്ങളെ വിളിക്കുന്ന സകല മനുഷ്യ ചരാചരങ്ങളോടും അല്ല ചോദിക്കുകയാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അല്ല പോലെ അവന്റെ അടിമയ്ക്ക്. എന്റെ സംസാരം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാരുടെയും വിശ്വാസത്തെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. വല്ലാഹി വല്ലാഹി വല്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് നിറയ്ക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇത് മുജാഹിദുകളുടെ കടമയാണ്, ഇത് കേരള നദവത്തുൽ മുജാഹിദീനിന്റെ കടമയാണ്, പടച്ചവൻ ഏൽപ്പിച്ച കടമയാ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ എന്ന പടച്ചവന്റെ ചോദ്യത്തെ പുറംകാല് കൊണ്ട് തട്ടി ഉള്ളാളത്തെ ദർഗയിലേക്ക് ട്രെയിനിൽ കയറി പോകുന്ന പാവപ്പെട്ട പൊന്നനുജ, പൊന്നുജേഷ്ഠ, ഒരു വട്ടം നിന്റെ ഹൃദയം കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ? നിന്റെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ? നിന്റെ ദിഷണാശേഷി കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ? അല്ലാഹുവിന്റെ ഈ വചനത്തെ പുറംകാല് കൊണ്ട് ചവിട്ടി അജ്മീറിന്റെ ദർഗയിലേക്ക് മക്കളില്ലാത്ത സങ്കടം പറയാൻ പോകുന്ന പൊന്നനുജ, പൊന്നുജേഷ്ഠ, തിരിഞ്ഞു നടക്കണം, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നടക്കണം, അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് നടക്കണം, അവന്റെ വചനം നെഞ്ചിലേറ്റാൻ നാം തയ്യാറാകണം. സഹോദരങ്ങളെ, ആ റബ്ബിനോട് ചോദിച്ചോ, ആ പടച്ചവനോട് ചോദിച്ചോ, മറ്റാരോടും ചോദിച്ചാൽ അവർക്ക് കഴിയുകയില്ല തരാൻ. ഇൻതദൂഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഊ ദുആഅകും, നിങ്ങളുടെ വിളി അവരെ കേൾക്കുകയില്ല. വലൗ സമിഊ, ഖണ്ഡന മണ്ഡന വാദപ്രതിവാദങ്ങളിലൂടെ, വാചാലതയിലൂടെ, വർണ്ണങ്ങളിലൂടെ കേൾക്കുമെന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ അവരെ വിളിച്ചതിനെ കുറിച്ച് നാളെ മഹ്ശറയിൽ അവരെ നിഷേധിക്കുകയും ചെയ്യും. പൊന്നനുജ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ നീ വിളിക്കുന്നുണ്ടോ? മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദാണോ നീ? എല്ലാ ദിനരാത്രങ്ങളിലും നിന്റെ നാവുകള് യാ മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിക്കുന്നുണ്ടോ? നാളെ അല്ലാഹുവിന്റെ കോടതിയില്, അല്ലാഹുവിന്റെ മഹ്ശറയിൽ നിന്റെ വിളിയെ കുറിച്ച് മുഹീദ്ദീൻ ശൈഖ് കൈമലർത്തും. മുഹീദ്ദീൻ ശൈഖ് പറയും, ഞാൻ നിന്നെ അറിയില്ലല്ല മോനെ, നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്റെ ശബ്ദങ്ങളെ ഞാൻ കേട്ടിട്ടില്ലല്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട്